നമസ്കാരം. കഴിഞ്ഞ 10 വർഷങ്ങൾ പിണറായി സർക്കാർ ഈ നാടിനെ എത്രയധികം പിന്നോട്ടടിച്ചു, ഈ നാടിനെ എത്രയധികം കടക്കണിയിലാക്കി എന്നുള്ളതിൻ്റെയൊക്കെ ഏകദേശ ധാരണ ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ഓരോരുത്തർക്കും ഉണ്ടാകും. അതിന് പ്രതിപക്ഷം, അന്നത്തെ പ്രതിപക്ഷം, ഇന്നത്തെ ഭരണപക്ഷം പറയണമെന്നില്ല. നമുക്ക് തന്നെ അറിയാം പിണറായി വിജയൻ നടത്തിയ ധൂർത്തുകൾ, വിദേശ സർക്കിട്ടുകൾ, നവകേരള സർക്കിട്ട് ഉൾപ്പെടെയുള്ള അനാവശ്യ പാഴ്ചെലവുകൾ. ഇതിനെക്കുറിച്ചൊക്കെ നമുക്കറിയാം. 1,53,000 കോടി രൂപ പൊതുകടമുണ്ടായിരുന്ന 2016 പിണറായി വിജയൻ അധികാരമേറ്റെടുത്തു. അതിനുശേഷം കേരളം ഒരിക്കൽ കൂടി ഓർക്കാൻ കൂടി ഇഷ്ടപ്പെടാത്ത 10 വർഷങ്ങൾ കടന്നുപോയി. 2026 കേരളത്തിൻ്റെ പൊതുകടം 5.07 കോടി രൂപ. അത് പിണറായി വിജയൻ്റെ വികസനമാണ്. അന്തം കമ്മികൾ വേണമെങ്കിൽ അങ്ങനെയും പറയും. ഇപ്പോൾ മിനിഞ്ഞാന്ന് പുതിയ സർക്കാർ ധവളപത്രം നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. പക്ഷേ അതിനെയും ന്യായീകരിക്കുകയാണ് MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള CPM അന്തം കമ്മികൾ. കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെയായിരുന്നു കേരളത്തിൽ ഇത്രയധികം കടക്കണി ഉണ്ടായത് എന്ന്. പിണറായി വിജയൻ കുടുംബസമേതം നടത്തിയ വിദേശ സർക്കിട്ടുകൾ, പിണറായി വിജയൻ്റെ ധൂർത്തുകൾ, പിണറായി വിജയൻ്റെ കിയ കാർണിവൽ, വാടക ഹെലികോപ്റ്റർ, എണ്ണിപ്പറഞ്ഞാൽ ഒരുപാടുണ്ട് പിണറായി വിജയൻ്റെ അഴിമതികൾ. പക്ഷേ ധവളപത്രം പുറത്തിറക്കിയതിനു ശേഷം ആകെ നാണം കെട്ട് നാറി നിയമസഭയിൽ നിന്ന് ഇറങ്ങി ഓടാൻ പോലും ആകാതെ പിണറായി വിജയൻ അവിടെ നിൽക്കുകയായിരുന്നു. കാരണം മറ്റു മാർഗങ്ങളില്ല. LDFിൻ്റെ ഭാഗമായ 33 പേരും തൊലിയുരിഞ്ഞാണ് നിയമസഭയിൽ നിന്നത്. ചില വരട്ടു വാദങ്ങളൊക്കെ കൊണ്ട് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ ഈ ധവളപത്രത്തെ വിമർശിക്കാനൊക്കെ നോക്കി. പക്ഷേ ജനങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി. എന്തെങ്കിലും പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കണമല്ലോ. ചുരുങ്ങിയ പക്ഷം അണികളെയെങ്കിലും പറഞ്ഞ് അവരെ ഒന്ന് ബ്രെയിൻ വാഷ് ചെയ്യണമല്ലോ. അതിൻ്റെ ഭാഗമായി CPM സെക്രട്ടേറിയറ്റിൻ്റെ ഒരു പ്രസ്താവന നമ്മുടെ MV ഗോവിന്ദൻ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിട്ടുണ്ട്. അതൊന്ന് കേൾക്കണം. കേന്ദ്രത്തിൽ BJP സർക്കാർ അതിശക്തിയോടെ നടപ്പിലാക്കുന്ന സ്വകാര്യവൽക്കരണ നയങ്ങളാണ് UDF സർക്കാർ ധവളപത്രത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതുവരെ കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ച ക്ഷേമ സൗകര്യങ്ങളിൽ നിന്നും ജനകീയ വികസന പ്രവർത്തനങ്ങളിൽ നിന്നും സർക്കാർ പിന്നോട്ടു പോകുമെന്ന വ്യക്തമായ സൂചനയും ധവളപത്രം നൽകുന്നുണ്ട്. കോരിച്ചൊരിയുന്ന വാഗ്ദാനങ്ങൾ വഴി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചവർ അധികാരത്തിലെത്തിയപ്പോൾ തനിനിറം കാണിച്ചു എന്നാണ് തെളിയുന്നത്. സ്വാഭാവികമായും ഇതിനെതിരെ ജനരോഷമുണ്ടാകുമെന്നതിൽ സംശയമില്ല. ധനസ്ഥിതി വെളിപ്പെടുത്തലാണ് ധവളപത്രത്തിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞെങ്കിലും അതിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് ആവശ്യമായ വഴിയടക്കം ജനങ്ങളെ സേവിക്കുന്ന വകുപ്പുകളുടെ സ്വകാര്യവൽക്കരണമോ വിൽപ്പനയോ ആണ്. ജനാധിപത്യ സർക്കാരുകൾ ആരോഗ്യം, വിദ്യാഭ്യാസം, പൊതുവിതരണം, വൈദ്യുതി, കുടിവെള്ളം, ഗതാഗതം തുടങ്ങി മേഖലകളെയൊന്നും ലാഭകരമായ വ്യവസായമായി കണക്കാക്കാറില്ല. ജനങ്ങൾക്ക് സർക്കാർ നൽകേണ്ട സേവനങ്ങളാണിവ. അവയെ ലാഭത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം കാണുന്നത് നവ ഉദാരവൽക്കരണ സ്വകാര്യവൽക്കരണ നയങ്ങളുടെ ഭാഗമാണ്. ജനങ്ങൾക്ക് സേവനം നൽകേണ്ട മേഖലകളിൽ നിന്ന് സർക്കാർ പൂർണ്ണമായും പിന്മാറുകയും അവരെ സ്വകാര്യ മേഖലയുടെ കഴുത്തർപ്പൻ ചന്തയിലേക്ക് എറിഞ്ഞു കൊടുക്കുകയുമാണ് ഈ നയം. നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കുന്ന പരിഷ്കാരങ്ങളുടെ അതേ പാതയിലാണ് VD സതീശനുമെന്നാണ് ധവളപത്രം തെളിയിക്കുന്നത്. വരുമാനത്തിൻ്റെ സിംഹഭാഗവും ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനാണെന്ന സൂചന അവർക്ക് നൽകാനുള്ളതൊന്നും ഇനി ഉണ്ടാകില്ല എന്നാണ്. ബീവറേജസ് കോർപ്പറേഷനെ സിവിൽ സപ്ലൈസ് വകുപ്പിൽ ലയിപ്പിക്കുക വഴി നഷ്ടത്തിലാക്കി അതും പുറത്തേക്ക് വിൽക്കാനാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. വൈദ്യുതിയും വെള്ളവുമടക്കം ആവശ്യ സേവനങ്ങൾക്ക് ഇപ്പോൾ നൽകുന്ന സബ്സിഡികൾ ഉപേക്ഷിച്ചാൽ വലിയൊരു വിഭാഗം ജനങ്ങളെ ദോഷകരമായി ബാധിക്കും. സഞ്ചിത നഷ്ടത്തിന്റെ പേര് പറഞ്ഞ് പല പൊതുമേഖലാ സ്ഥാപനങ്ങളെയും കശാപ്പ് ചെയ്യാനോ വിൽക്കാനോ ആണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പതിറ്റാണ്ടുകളായുള്ള ബാധ്യതകളാണ് സഞ്ചിത നഷ്ടമായി കണക്കാക്കുന്നത്. അതിൻ്റെ പേരിൽ അവയെ വിൽപ്പനയ്ക്ക് വയ്ക്കുന്നതിലൂടെ സംസ്ഥാനത്തെ സാധാരണ ജനങ്ങൾ വലിയ പ്രതിസന്ധിയെ നേരിടേണ്ടി വരും. റിട്ടയർമെൻറ്റ് പ്രായം കേന്ദ്ര സർക്കാർ സർവീസിന് തുല്യമാക്കുമെന്ന പ്രഖ്യാപനം ഫലത്തിൽ അടുത്ത 5 വർഷത്തേക്ക് സമ്പൂർണ്ണമായ നിയമന നിരോധനം നടപ്പിലാക്കുന്നതിന് തുല്യമാണ്. 60% നിയമനങ്ങളും രാജ്യത്തെ പബ്ലിക് സർവീസ് കമ്മീഷൻ നിയമനങ്ങളിൽ 60% നടത്തിയത് കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ അധികാരത്തിലിരുന്ന LDF സർക്കാരുകളാണ്. കേരളത്തിലെ യുവാക്കളോടുള്ള വെല്ലുവിളിയാണ് UDF സർക്കാരിൻ്റെ ഈ പ്രഖ്യാപനം. ശമ്പള പരിഷ്കരണം ഓരോ 5 വർഷം കൂടുമ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഇനി മുതൽ 10 വർഷത്തിൽ ഒരിക്കൽ മാത്രം മതിയെന്ന ധവളപത്രത്തിലെ പ്രഖ്യാപനം സർക്കാർ ജീവനക്കാരോടുള്ള കടുത്ത അനീതിയാണ്. കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ബഡ്ജറ്റ് വിഹിതം പരിമിതപ്പെടുത്തിയതിനെ മറികടക്കാൻ LDF സർക്കാർ ആവിഷ്കരിച്ച കിഫ്ബിയുടെ ഭാവി ഇല്ലാതാക്കുമെന്ന പ്രഖ്യാപനവും ധവളപത്രത്തിലുണ്ട്. LDF സർക്കാർ 1,10,000 കോടിയുടെ നിക്ഷേപമാണ് കിഫ്ബിയിലൂടെ നമ്മുടെ സംസ്ഥാനത്ത് യാഥാർത്ഥ്യമാക്കി ചരിത്രത്തിൽ ഇടം നേടിയത്. കിഫ്ബിയുടെ തകർച്ച ഭാവി കേരള വികസനത്തെ പുറകോട്ടടുപ്പിക്കുകയും ഇരുണ്ട യുഗത്തിലേക്ക് തിരിച്ചെത്തിക്കുകയുമാണ് ചെയ്യുക. തീരദേശ മേഖലയും ധാതു വിഭവങ്ങളും കരിമണലും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുമെന്ന ധവളപത്രത്തിലെ പ്രഖ്യാപനവും
കേരളത്തിൻ്റെ സമ്പത്ത് അദാനി അംബാനി ഉൾപ്പെടെയുള്ള കോർപ്പറേറ്റുകൾക്ക് കൈമാറാനുള്ള നീക്കമാണ്. മുഖ്യമന്ത്രിയാവുന്നതിന് മുമ്പുള്ള മംഗലാപുരം രഹസ്യയാത്രയുടെയും കൂടിക്കാഴ്ചയുടെയും ഉദ്ദേശം ഇതിലൂടെ മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് തങ്ങൾ LDF സർക്കാരിനെതിരെ പ്രചരിപ്പിച്ച കാര്യങ്ങളെല്ലാം പൂർണ്ണമായും വസ്തുതാവിരുദ്ധമായിരുന്നുവെന്ന് UDF തന്നെ സമ്മതിക്കുന്നതിൻ്റെ സാക്ഷ്യപത്രം കൂടിയാണ് ധവളപത്രം. സംസ്ഥാന കടം 6 ലക്ഷം കോടിയായി എന്ന പ്രചാരണത്തിന് നേതൃത്വം നൽകിയത് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ തന്നെയാണ്. എന്നാൽ ധവളപത്രത്തിൽ LDF സർക്കാർ ചുമതല ഒഴിയുമ്പോൾ ഉണ്ടായിരുന്ന കടം 4,80,000 കോടിയാണെന്നും ഇപ്പോഴത് 5,07,000 കോടിയാണെന്നും കൃത്യമായി പറയുന്നു. സർക്കാർ ജീവനക്കാർക്ക് 1 ലക്ഷം കോടി രൂപ കുടിശ്ശിക നൽകാനുണ്ടെന്നുള്ളതും 1,4 ലക്ഷം കോടി രൂപയുടെ അടിയന്തര ബാധ്യത സർക്കാരിനുണ്ടെന്നതും പറഞ്ഞ് നുണയായിരുന്നുവെന്ന് മുഖ്യമന്ത്രി സഭയിൽ വെച്ച രേഖ വ്യക്തമാക്കുന്നു. 10 വർഷം കേരളത്തിലുണ്ടായ വികസനമോ ക്ഷേമ നടപടികളോ ഉണ്ടാകില്ലെന്ന പ്രഖ്യാപനമാണ് വാസ്തവത്തിൽ ധവളപത്രത്തിൻ്റെ ഉള്ളടക്കം. ബഡ്ജറ്റ് അടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇത് കൂടുതൽ വ്യക്തമാകും. എന്തിൻ്റെ പേര് പറഞ്ഞായാലും ജനവിരുദ്ധ നയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ തുനിഞ്ഞാൽ ശക്തമായ ജനകീയ പ്രതിരോധങ്ങൾ ഉണ്ടാകുമെന്നത് തീർച്ചയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ MV ഗോവിന്ദൻ ഈ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഞാൻ ഈ കുറിപ്പിനെ കുറിച്ച് ഒന്ന് പറയട്ടെ. അതായത് ഈ കുറിപ്പിലെ പല വാചകങ്ങളും ഇത്രയും വായിച്ചതിനിടയിൽ പല വാചകങ്ങളും തെറ്റാണ്. വാചകങ്ങളെ കൂട്ടി യോജിപ്പിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ നമ്മളത് വായിച്ചെടുക്കണം. അത്തരത്തിലാണ് ഈ എഴുത്ത്. ഒരു CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടേതാണ് ഈ കുറിപ്പ് എന്നുള്ളതാണ്. അദ്ദേഹത്തോട് പറയാനുള്ള അഭ്യർത്ഥന, അക്ഷരമറിയാവുന്ന ആരെക്കൊണ്ടെങ്കിലും ഒന്ന് എഴുതി പോസ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്ഥിതിയെങ്കിലും MV ഗോവിന്ദൻ കാണിക്കണം എന്നുള്ളതാണ്. ഇനി ഇവിടെ പറയുന്നത്, അതായത് 4,80,000 കോടിയായിരുന്നു UDF സർക്കാർ അധികാരമൊഴിയുമ്പോൾ കേരളത്തിൻ്റെ പൊതുകടമെന്നാണ് ഉളുപ്പില്ലാതെ MV ഗോവിന്ദൻ പറയുന്നത്. അത് എത്രത്തോളം വാസ്തവമാണെന്ന് നമുക്കറിയാം. എന്ന് മാത്രമല്ല, PSC വഴി നിയമനങ്ങൾ നൽകി ചരിത്രം സൃഷ്ടിച്ച സർക്കാരായിരുന്നു ഈ കടന്നുപോയത് എന്നും MV ഗോവിന്ദൻ പറയുന്നുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ വനിതാ പുരുഷ CPO റാങ്കിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ മാസങ്ങളോളം സമരം ചെയ്തത്, ശവപ്പെട്ടിയിൽ കിടന്നും പുല്ലുതിന്നും മുട്ടിലിഴഞ്ഞും ആത്മഹത്യാ ഭീഷണി മുഴക്കിയും പട്ടിണി കിടന്നും മൊട്ടയടിച്ചും മഴയത്തും വെയിലത്തും രാത്രിയും പകലുമൊക്കെ അവർ സമരം ചെയ്തു. കർപ്പൂരം കൈവെള്ളയിൽ കത്തിച്ചു വെച്ചും ഉപ്പുകല്ലിൽ മുട്ടുകാലിൽ നിന്നും നടപ്പാതയിൽ ഇഴഞ്ഞുമൊക്കെ ഈ സ്ത്രീകൾ, പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള ഉദ്യോഗാർത്ഥികൾ സമരം ചെയ്തു. അന്നൊന്നും ഇതൊന്നും കാണാത്തവന്മാരാണ്. അതൊരു ദിവസമോ ഒരു മണിക്കൂറോ അല്ല, മാസങ്ങളോളം സമരം ചെയ്തു. അതൊന്നും കാണാത്തവരാണ് ഇപ്പോൾ യാതൊരു ഉളുപ്പുമില്ലാതെ പടച്ചുവിടുന്നത് PSC നിയമനം നൽകി ചരിത്രം സൃഷ്ടിച്ച സർക്കാരായിരുന്നു കടന്നു പോയതെന്ന്. പച്ചക്കള്ളങ്ങളാണ് ഈ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത്. MV ഗോവിന്ദന് ഇത് അക്ഷരമറിയാത്ത ആരോ എഴുതി കൊടുത്തതാണെന്ന് വ്യക്തം. കാരണം MV ഗോവിന്ദൻ്റെ ഭാഷ ഇതല്ല. ഇവിടെ ഒരു ആർട്സ് ക്ലബ്ബ് ഉദ്ഘാടനത്തിന് വിളിച്ചാലും MV ഗോവിന്ദൻ ആ ആർട്സ് ക്ലബ്ബ് ഉദ്ഘാടനത്തിൻ്റെ വേദിയിലിരിക്കുന്നവരെയും സദസ്സിലിരിക്കുന്നവരെയും സംബോധന ചെയ്തതിനു ശേഷം നേരെ പോകുന്നത് വെനസ്വേലയിലേക്കായിരിക്കും. പിന്നെ പറയുന്നത് അന്താരാഷ്ട്ര കാര്യങ്ങളാണ്, ആർക്കും മനസ്സിലാകാത്ത കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ കുറിപ്പ് പോലും ആർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല. ഒരു സംസ്ഥാന സെക്രട്ടറിയുടെ പോസ്റ്റാണെന്ന് ഓർക്കണം. ഈ പോസ്റ്റിന് ഒരു ദിവസം കൊണ്ട് കിട്ടിയത് 784 ലൈക്കോ മറ്റോ ആണ്. അതിൽ കൂടുതലും സ്മൈലികൾ. അപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രമാത്രം വിഡ്ഢിയാണ്, എത്രമാത്രം ഒരു വിഡ്ഢിയായാണ് ഈ പാർട്ടി സെക്രട്ടറിയെ അണികൾ പോലും കാണുന്നതെന്ന്. ഇവിടെയാണ് 9 മണിക്കൂർ കൊണ്ട് അർജുൻ ആയങ്കി എന്ന പാർട്ടി ഗുണ്ട ഒരു പോസ്റ്റ് എഴുതി 4400 ലൈക്ക് വാങ്ങിയത്. അവിടെയാണ് ഒരു വ്യത്യാസം വരുന്നത്. എന്തായാലും CPMൻ്റെ ഈ കുപ്രചരണങ്ങൾ ജനങ്ങൾ തള്ളിക്കളയണം. നമ്മുടെ മുന്നിൽ ഒരു സർക്കാരുണ്ട്. ആ സർക്കാർ ഇതുവരെ അഴിമതിയോ അല്ലെങ്കിൽ അവരുടേതായി എടുത്തു പറയത്തക്ക ഒരു ജനവിരുദ്ധ നിലപാടുകളോ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇനി അതുണ്ടാവുകയാണെങ്കിൽ പറയുകയും ചെയ്യും. പക്ഷേ അവർക്ക് സമയം കൊടുക്കുക. ഇത്തരം കുപ്രചരണങ്ങൾ, ഈ ഗോവിന്ദനെ പോലെയുള്ളവർ പറയുന്ന കുപ്രചരണങ്ങൾ അവരുടെ അണികൾ പോലും വിശ്വസിക്കുന്നില്ല എന്നതിൻ്റെ സൂചനയാണ് ഈ ഒരു ദിവസം കൊണ്ട് 784 പേർ ലൈക്ക് ചെയ്തത് എന്നുള്ളതാണ്. എന്തായാലും ജനങ്ങൾക്ക് ഇതെല്ലാം അറിയാം. MV ഗോവിന്ദനെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവ്, അദ്ദേഹത്തിന് അതിനുള്ള യോഗ്യതയില്ലെങ്കിലും ചടയൻ ഗോവിന്ദനെ പോലെ ഉള്ള നിരവധി പ്രഗത്ഭർ ഇരുന്ന കസേരയിലാണ് MV ഗോവിന്ദൻ ഇരിക്കുന്നത്. അത് അദ്ദേഹം മറന്നു പോകുന്നു. പക്ഷേ ആ കസേരയിൽ ഇരിക്കുന്നു എന്നുള്ള ഒരു കാരണം കൊണ്ടെങ്കിലും ഇത്തരം വിഡ്ഢിത്തങ്ങൾ എഴുന്നള്ളി ജനങ്ങളിലേക്ക് എത്തിക്കാതെ നോക്കണം. കാരണം ജനങ്ങൾ ഒന്നാമതേ പാർട്ടി സെക്രട്ടറി കാണുന്നത് വിഡ്ഢിത്തം വിളമ്പുന്നവൻ എന്നുള്ള രീതിയിലാണ്. ഇനി ആ ചിന്ത ജനങ്ങളിൽ കൂടുതൽ ഉണ്ടാക്കി കൊടുക്കരുത്.